ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിലെ നാളത്തെ ഒറിജിനൽ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ ഒറിജിനൽ പ്രൊമോ, അതിൽ ഇപ്പൊ വന്ന പ്രൊമോയിൽ കാണിച്ചത് നമ്മുടെ പ്രകാശനാണെങ്കിൽ മനോഹറിനോട് സംസാരിക്കുകയാണ്. മനോഹർ പറയുന്നുണ്ട്, എനിക്കെന്തോ സരയുവിന്റെ സ്വഭാവത്തിലൊന്നും ഇപ്പോഴും വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പണ്ടന്റെ മക്കളെ ചിലപ്പോ സരയു മാറിക്കാണുമായിരിക്കും. പിന്നെ ഗംഗപ്രസാദിനെ നീ കൊന്നില്ലേ, അതുകൊണ്ട് നിന്നോട് വലിയ കാര്യമായിരിക്കും. കിരണിനും കല്യാണിക്കൊക്കെ അങ്ങനെയാണല്ലോ നിന്നോട് വലിയ കാര്യമായത്, അതുപോലെ അവൾക്കും ഇപ്പൊ നിന്നോട് വലിയ കാര്യമായിരിക്കൂടാ. നീ വിചാരിക്കുന്ന പോലെ അല്ല, സരയു മാറിക്കാണും. നീ ഇനി പരോളിൽ ഇറങ്ങുമ്പോഴേക്കും സരയു നിന്നെ ചേർത്ത് പിടിക്കുന്ന സരയുവിനായിരിക്കും. അവൾക്കും മാറാനൊരു അവസരമായിരിക്കും ചിലപ്പോ ഇത്. നീ അവളെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പിന്നെ അവളുടെ കൂടെ ഉള്ളത് കിരണും കല്യാണിയാണല്ലോ. അവളുടെ കൂടെ നിന്ന് ആരായാലും ചീത്ത സ്വഭാവക്കാരൊക്കെ നന്നാവോടാ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ മനോഹരൻ അത് വലിയ വിശ്വാസമൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ കിരണിന്റെയും സരയുവിന്റെയും വിവാഹമാണ്. ചെറിയൊരു കാവിൽ വെച്ചിട്ടാണ് വിവാഹം നടക്കുന്നത്. അത് സ്വപ്നം തന്നെയാണെന്ന് 100% ഉറപ്പാണല്ലോ. കുറെ നാളുകൾക്ക് ശേഷം സരയു കാണുന്ന ഒരു സ്വപ്നമാണ് കേട്ടോ. അങ്ങനെ സരയുവിനെ കൈ പിടിച്ചിട്ട് കിരൺ ആ കാവിന്ന് വിവാഹം കഴിഞ്ഞിട്ട് താലികെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലം വെക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷാരി ഒരു സംശയം സരയുവിനോട് പറയാണ്, താരേനെ കാണാനില്ല. താര എവിടെയായിരിക്കും പോയിട്ടുണ്ടാവാ? ഇനി കല്യാണിന്റെ കിരണിന്റെ അടുത്തേക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോയിട്ടുണ്ടാവോ? അതോ രൂപയെടുത്തും ചന്ദ്രസേന്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടാവാ? മോളെ, ഇതിപ്പോ വല്ലാത്തൊരു തലവേദനയായാലോ. അവളിപ്പോ എവിടെയായിരിക്കും മോളെ പോയിട്ടുണ്ടാവാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സരയു പറയണ്ടേ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അവരെവിടെ പോയെന്നോ എന്ത് ചെയ്തെന്ന് എനിക്ക് അറിയില്ല. ഒരു ലെറ്റർ മാത്രം എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ ലെറ്ററിൽ എന്താണെന്നോ താര ഇപ്പൊ എവിടെയാണെന്നോ മരിച്ചോ ജീവനോടെ ഉണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. താരനെ കാണാനില്ല എന്ന രീതിയിലാണ് പറയുന്നത് പ്രൊമോയില്. കല്യാണിക്ക് എന്തായാലും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, അത് ഉറപ്പാണ്. താരക്കാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ കിരണിന്റെ സരയുവിന്റെ വിവാഹമൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ സ്വപ്നമായിരിക്കും, നമുക്ക് അറിയാലോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.